അടിസക്കെ പഞ്ഞിക്കാരനാണ്. ഈ സൺഡേ കോട്ടപ്പുറം മുസ്ലിസിൽ പോയപ്പോൾ ഒരു 5 ലോട്ടറി ഒരു ചേട്ടന്റെ കയ്യിൽ ഞാൻ എടുത്തിരുന്നു. ലോട്ടറി എടുത്ത് ശീലമില്ലാത്ത ഞാനാണെങ്കിൽ ആ ചേട്ടനെ കണ്ടൊന്ന് പാവം തോന്നിയിട്ട് എടുത്താണ്. എന്ത് ദൈവമായ കൊണ്ട് 5 ലോട്ടറി എന്ന് പറഞ്ഞതിന് ഒരു സമ്മാനം അടിച്ചിരുന്നിട്ടാ. ആ ചേട്ടൻ അന്വേഷിച്ച് മുസ്ലിസിൽ ചെന്ന് മൊത്തത്തിൽ നോക്കി. കാരണം ആളൊരു പാവമായിരുന്നു. ആൾ 5 ലോട്ടറി തന്നപ്പോഴും ഇത് കൂടി തീർന്ന കഴിഞ്ഞു മോനെന്നും പറഞ്ഞാണ് എനിക്ക് തന്നത്. ഞാൻ എടുത്ത് ശീലമില്ല, 5 തന്നോളാൻ പറഞ്ഞ് വാങ്ങിയെടുത്താണ്. ആ ചേട്ടനോട് സെക്യൂരിറ്റിക്കാരനോടൊക്കെ ചോദിച്ചു. പക്ഷെ അവരാരും കണ്ടിട്ടില്ല, ഇന്ന് കാലത്ത് വന്ന് പോയി എന്ന് പറഞ്ഞു. മൊത്തത്തിൽ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അങ്ങനെ ഇരുന്ന് തിരിച്ചു വന്ന വഴിക്കാണ് കോട്ടപ്പുറം വളഞ്ഞു വന്നപ്പോൾ അതേ പോണ സുരേഷ് നണ്ട ചേട്ടന്റെ പേര്. അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ലോട്ടറി കാണിച്ചപ്പോൾ തന്നെ 600 അടിച്ച് എനിക്ക് ഓർമ്മയുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട്. ആ ലോട്ടറി തന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ചേട്ടൻ ഇത് എടുത്തു, ഇതൊരു ചെറിയൊരു സമ്മാനമാണ്, ചേട്ടനത് ആവശ്യം വരുന്നത്. ആളൊട്ടും സമ്മതിച്ചില്ല. ലോട്ടറി തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട, മോന് കിട്ടിയെന്നാണ് മോൻ എടുത്തു പറഞ്ഞത്. ഞാനത് അന്നേ തീരുമാനിച്ചിരുന്നത് ഞാൻ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ അച്ഛനെ കൊടുക്കണമെന്ന്. അപ്പൊ അതിലൊരു നമ്പർ അടിക്കുകയും ചെയ്ത് അച്ഛൻ അത് കൊടുക്കുന്നത്. ചേട്ടൻ്റെ കാല് പണ്ട് 2 നിലയുടെ മുകളിൽ നിന്ന് വയ്യാണ്ടായതാണ്ട്. അത് മാത്രമല്ല ഇവിടുന്ന് ലോട്ടറി കഴിയുമ്പോൾ ചേട്ടൻ പിന്നെ കൊടുങ്ങല്ലൂരോട് വീട് ലോട്ടറി എടുത്ത് വീണ്ടും വണ്ടൊന്നും എൻ്റെ അറിവ്. ലോട്ടറി എടുക്കുന്ന ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവർക്കൊന്നും എടുത്തോളം നല്ലതായിരിക്കും. കാരണം അവർക്ക് ഒരു ലോട്ടറി 4 വെച്ചിട്ടുള്ളൂ. അപ്പൊ എത്രത്തോളം വിറ്റാൽ അവർക്ക് എത്ര കിട്ടും നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ 5 ലോട്ടറി ആളൊന്നും ഒറ്റയടിക്ക് എടുത്തത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ നടന്നത്. നല്ല കാര്യം ചിന്തിക്കുമ്പോൾ നല്ല നടക്കണം. എന്തായാലും ആ ചേട്ടൻ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. വഞ്ഞിക്കാരൻ പോണേണേ സുലാൻ.